PPE കിറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയെ ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ് കാണുന്നത്. നോക്കൂ, 2020 ജനുവരി മാസം 30-ാം തീയതി എന്തായിരുന്നു നമ്മുടെ നാടിന്റെ അവസ്ഥ? ആദ്യമായിട്ടൊരു കേസ് റിപ്പോർട്ട് ചെയ്യുക. മാർച്ച് മാസം 24 ആകുമ്പോഴേക്കും രാജ്യം മുഴുവൻ സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോയി. ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ആ കണക്ക് പ്രകാരം 2020 മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ ഇന്ത്യയിൽ IMAയുടെ കണക്ക് പ്രകാരം, സർക്കാരിന്റെ കയ്യിലെ കണക്കില്ല കേട്ടോ, കേരളത്തിൽ എത്ര ഡോക്ടർമാരാണ് ഈ കോവിഡ് ബാധിച്ച് മരിച്ചത്, ഇന്ത്യയിൽ എത്ര പേരാണ് മരിച്ചത് എന്നതിൻ്റെ ഒരു കണക്കുണ്ട്. 196 ഡോക്ടർമാരാണ് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ആ കണക്കുകളൊന്ന് പറയാം. ഈ ചർച്ചയ്ക്ക് മുൻപ് ആ കണക്ക് പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു. ഒന്ന്, ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച സംസ്ഥാനങ്ങളിലൊന്ന് തമിഴ്നാടാണ്. 43 ഡോക്ടർമാരാണ് മരിച്ചത്. ഗുജറാത്തിൽ മരിച്ചത് 23 പേര്, മഹാരാഷ്ട്രയിൽ മരിച്ചത് 23 പേര്, ബീഹാറിൽ മരിച്ചത് 19 പേര്, വെസ്റ്റ് ബംഗാളിൽ മരിച്ചത് 16 പേര്, കർണാടകയിൽ മരിച്ചത് 15 പേര്, ഡൽഹിയിൽ മരിച്ചത് 12 പേര്, ഉത്തർപ്രദേശിൽ മരിച്ചത് 11 പേര്. ഡബിൾ ഡിജിറ്റിൽ ഡോക്ടർമാർ മരിച്ച സംസ്ഥാനങ്ങളാണ്. ഈ ലിസ്റ്റ് ഏറ്റവും എടുത്തു നോക്കിയാൽ ജമ്മു കാശ്മീരിൽ ഒരു ഡോക്ടർ മരിച്ചു. ഈ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽപ്പെടാത്ത ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ കോവിഡ് ബാധിച്ച ഒരു ഡോക്ടർ പോലും മരിക്കാഞ്ഞത്? ഞാൻ മനസ്സിലാക്കുന്നത് PPE കിറ്റ് അടക്കം അതിന്റെ അടിസ്ഥാനമായ സൗകര്യം വളരെ പെട്ടെന്ന് തന്നെ ഒരുക്കുന്നതിൽ അന്ന് സർക്കാർ കാണിച്ച ജാഗ്രതയാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ, ഡോക്ടർമാരെയും നഴ്സുമാരും അടക്കമുള്ള ഒരു മെഡിക്കൽ ഫ്രട്ടേണിറ്റിയെ കോവിഡിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചതും അവരുടെ സേവനം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയതും. ഇത് CAGക്ക് മനസ്സിലാകാതെ പോകുന്നതാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിപ്പോഴും തോമസ് ഐസക് പറഞ്ഞൊരു ആർഗ്യുമെന്റിൽ ഇപ്പോഴും നിൽക്കുന്നു. CAG പറയേണ്ടത് കണക്കാണ്, രാഷ്ട്രീയമാകരുത് എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ നിലപാട്. ഇതിൽ രണ്ട് കാര്യങ്ങൾ പ്രേക്ഷകരോട് ഞാൻ പറയാം. ഒന്ന്, അസാധാരണമായ സാഹചര്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നേ വരെ പരിചയമല്ലാത്തൊരു സാഹചര്യത്തിലാണ് കോവിഡിനെ നേരിടാൻ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകർ ഇറങ്ങുന്നത്. ആ സമയത്ത് മുമ്പിൽ കിട്ടുന്ന സംവിധാനങ്ങളെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു എമർജൻസി നടക്കുമ്പോൾ, ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ പർച്ചേസിംഗ് മാനുവൽ ഫോളോ ചെയ്യാറുണ്ടോ? പർച്ചേസിംഗ് മാനുവൽ എപ്പോഴാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഡിസാസ്റ്റർ വരുമ്പോഴല്ല. ഒരു പാൻഡമിക് വരുന്ന സമയത്ത് പർച്ചേസിംഗ് മാനുവൽ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഹെലികോപ്റ്ററിൽ വന്നുകൊണ്ട് എന്തിനാണ് രക്ഷിച്ചതെന്ന് CAG ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടിയാണ് കൊടുക്കുക? ബൈക്കിലോ ഓട്ടോറിക്ഷയിലോ വന്ന് രക്ഷിച്ചാൽ പോരെ? അതല്ലേ കുറച്ചുകൂടി ലാഭകരമെന്ന് ഇതേ CAGക്ക് തോന്നിക്കൂടെ? പ്രളയത്തിൽ നടക്കുന്ന സമയത്ത്, വെള്ളം കയറുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഹെലികോപ്റ്ററിൽ ഇവരെ രക്ഷിച്ചു, ആ പണം എന്തിനു കൊടുത്തു എന്ന് ഇതേ CAG എഴുതുമല്ലോ. ട്രോളിംഗ് നടക്കുന്ന സമയത്ത് മത്തിയുടെ വില 300 രൂപയാകുമ്പോൾ 50 രൂപയ്ക്ക് നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങിയില്ല എന്ന് ഇതേ CAG എഴുതുമല്ലോ. എന്ത് ലോജിക്കാണെന്ന് എനിക്ക് ഇനിയും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ആ ലോജിക്കിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ അനിത ടെസ്കോട്ടിന്റെ വിഷയം സർക്കാർ വിശദീകരിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ്? 550 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. എത്ര എണ്ണം കൊടുക്കാമെന്ന് പറഞ്ഞു? 25,000 വേണം. എത്രയാണ് കൊടുക്കാമെന്ന് പറഞ്ഞത്? 15,000. എത്രയാണ് അവരുടെ കപ്പാസിറ്റി ഉള്ളതായിട്ട് അവർ രണ്ടാമത് പറയുന്നത്? 10,000. എത്രയാണ് എത്രയും പെട്ടെന്ന് കൊടുക്കാമെന്ന് പറയുന്നത്? 5,000. ഈ ദിവസം 5,000 പോരെ കേരളത്തിൽ. 15,000, 25,000 PPE കിറ്റ് വേണ്ട സ്ഥലത്ത് 5,000 മാത്രമേ 2 ആഴ്ചക്കുള്ളിൽ കൊടുക്കാൻ കഴിയൂ എന്ന് അനിത ടെസ്കോട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങാൻ തീരുമാനിച്ചത്. നമ്മുടെ നാട്ടിൽ ഈ കയ്യിലിടുന്ന ഗ്ലൗസ് ഉണ്ടായിരുന്നില്ല. ആ ഗ്ലൗസ് എവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് അറിയാമോ? മലേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. നമുക്കടുത്ത ഒരു മാസത്തേക്ക് വരുന്ന ദിവസങ്ങളിലേക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ ഓരോ ദിവസവും PPE കിറ്റ് മാറണം. ഉപയോഗിക്കുന്ന PPE കിറ്റ് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്ത ദിവസം ഉപയോഗിക്കണം. കേരളത്തിൽ ഇതിങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ 5,000 കഴിഞ്ഞു. ഇനി 5,000 അടുത്ത ആഴ്ച കഴിഞ്ഞിട്ടേ തരൂ എന്ന് അനിത ടെസ്കോട്ട് പറയുമ്പോൾ സർക്കാർ എന്താ ചെയ്യേണ്ടത്? 550 നിങ്ങൾ തരുന്നത് വരെ കാത്തിരിക്കണം. പകരം എന്താ നമ്മുടെ മുൻപിലുള്ള അവൈലബിലിറ്റി? അനിത ടെസ്കോട്ടിന്റെ 5,000 കിട്ടി. ഇനി മറ്റത് ഓർഡർ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. മറ്റത് 21 ദിവസത്തിനുള്ളിൽ 15,000 കൊടുത്തു. അതിന് 2 ലോഡായിട്ടാണ് വന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ വന്നു, രണ്ടാമത്തെ ലോഡ് വരുന്നത് രണ്ടാമത്തത്. ഇത് അനിതയ്ക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് സാൻഫാർമയ്ക്ക് കൊടുക്കുക എന്ന തീരുമാനമാണ്. സാൻഫാർമയുമായിട്ട് ബാർഗെയിൻ നടത്തിയിട്ടുണ്ടോ? ബാർഗെയിൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർ വില്ലിംഗ് അല്ല, പൈസ കുറയ്ക്കാൻ തയ്യാറല്ല. സർക്കാരിന്റെ മുമ്പിൽ ഒറ്റ വഴിയുള്ളൂ. ഒന്നുകിൽ അനിത ടെസ്കോട്ട് നിർമ്മിക്കുന്നത് പോലെ, അവരിതിനകത്ത് വലിയ വൈദഗ്ധ്യമുള്ള കമ്പനി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അത് പിന്നെ റദ്ദ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അനിത ഇത്രയും വലിയ വ്യാപകമായിട്ട് നിർമ്മിക്കാനുള്ള ശേഷിയില്ല എന്ന് മനസ്സിലാക്കുന്നു. അവർ കൃത്യസമയത്ത് 5,000 കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നു. 15,000 ഓർഡർ ചെയ്യുന്നു. 10,000 കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. 5,000 വാങ്ങുന്നു. അതേസമയം തന്നെ സാൻഫാർമ 25,000 കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു. അതിൽ 15,000 21 ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറയുന്നു. എന്താ സർക്കാർ ചെയ്യേണ്ടത്? ഈ 5,000 കഴിഞ്ഞതിന് ശേഷം സർക്കാർ വെയിറ്റ് ചെയ്യണോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഇത് CAGക്ക് മനസ്സിലാവില്ലേ? ഇതാണ് എൻ്റെ മുന്നിലുള്ള ഏക പ്രശ്നം. അതാണ് നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ സോഴ്സുകളും പൂൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ പൂള് ചെയ്യുന്ന ഒരു അടിയന്തര സാഹചര്യത്തിൽ CAGയുടെ റിപ്പോർട്ട് ആ സാഹചര്യത്തെ മനസ്സിലാക്കാതെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കണക്ക് നമ്മുടെ മുന്നിലുള്ളത്. ഡോക്ടർമാരുടെ കാര്യം, ഒരു പൊതുജനാരോഗ്യ സംവിധാനം കേരളത്തിൽ മെച്ചമായതുകൊണ്ട് കോവിഡ് ബാധിക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റായ അസംഷനാണ്. പൊതുജനാരോഗ്യവും അതുമായിട്ട് നേരിട്ട് ബന്ധമല്ല. നമുക്കെന്താ പാൻഡമിക് എന്നുള്ളത് വരുന്ന സാഹചര്യങ്ങളിൽ അതിനെ ആ സാഹചര്യത്തിൽ ക്രൈസിസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ആ ക്രൈസിസ്
ക്രൈസിസ് മാനേജ് ചെയ്യുന്നത് പാൻഡമിക് മാനേജ്മെന്റ് എന്നുള്ളത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലെ ഒരു പ്രക്രിയയാണ്. നിങ്ങളുടെ സംസ്ഥാനം മികച്ച പ്രകൃതി സംരക്ഷണമുള്ള സംസ്ഥാനമായിരിക്കും, പക്ഷേ വയനാട് പോലെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ മരിച്ചു പോകുന്നത് പ്രകൃതിയുടെ മാത്രം പ്രശ്നമാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതുപോലെയാണ് പാൻഡമിക്കും. ഒരു പാൻഡമിക്കിന്റെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പർച്ചേസിംഗ് മാനുവൽ നോക്കി നിങ്ങൾക്ക് 550 രൂപയിൽ കുറവാണെങ്കിൽ ഇത് വേണ്ട എന്ന് തീരുമാനിക്കേണ്ട സാഹചര്യമല്ലാത്ത സാഹചര്യത്തിൽ ആകെയുള്ള 5,30,000 കിറ്റ് വാങ്ങിയതിൽ 15,000 കിറ്റ് കൂടി വേണ്ടുന്ന സാഹചര്യത്തിൽ അത് 1,550 രൂപയ്ക്ക് വാങ്ങി എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം. ആ വിശദീകരണത്തിൽ അസ്വാഭാവികമായി ഞാനൊന്നും കാണുന്നില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CAG റിപ്പോർട്ട് ഇതേപോലെ പല ഘട്ടങ്ങളിലും പുറത്തു വന്നിരിക്കുന്നത് ഇതേപോലെയുള്ള അസംബന്ധങ്ങളാണ് പലപ്പോഴും CAG എഴുതി പിടിപ്പിക്കാറ്. അത് രാഷ്ട്രീയമായ സംബന്ധങ്ങളാണെന്ന് കൂടി വിശ്വസിക്കുന്നു. CAG പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. 2020 മുതൽ 2016 മുതൽ 2022 വരെയുള്ള CAG റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അസംബന്ധമാണ് എന്നുള്ളത് ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടതാണ്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണിത്. 700 കോടി എന്നൊക്കെ പറഞ്ഞ് ലോകായുക്തയിൽ കേസിന് പോയവർക്കുള്ള തിരിച്ചടി കൂടിയാണ് ഈ CAG റിപ്പോർട്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കാര്യം CAG കണ്ടെത്തിയത് പരമാവധി 10 കോടി 23 ലക്ഷമാണ് അധികമായി സർക്കാരിന്റെ പർച്ചേസിംഗ് മാനുവലിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടെത്തിയത്. എന്റെ ഒരൊറ്റ വാദം, ആ പർച്ചേസിംഗ് മാനുവൽ പരിശോധിക്കുകയോ പർച്ചേസിംഗ് മാനുവൽ കൃത്യമായി ഫോളോ ചെയ്യാനോ ശ്രമിച്ചാലും അത് നടപ്പിലാക്കാത്ത ഒരു സാഹചര്യമായിരുന്നു പാൻഡമിക്കിന്റേത് എന്നാണ്. ആ സാഹചര്യത്തിലാണ് സർക്കാർ ഇത് വാങ്ങാൻ നിർബന്ധിതമായത് എന്നാണ്. ഒരു ഡോക്ടറെയും മരണത്തിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചു പിടിച്ച ആരോഗ്യ മേഖലയെ തള്ളിപ്പറയാൻ ഞാൻ തയ്യാറല്ല.